ആർ ജെ ബിൻസിനെ പറഞ്ഞു വിട്ട് വിളിച്ചു വരുത്തി. എന്നിട്ട് എന്താണ് ഇവർ പറയുന്നത്? നിങ്ങൾ ഈ പെൺകുട്ടിയോട് എന്ത് പറഞ്ഞു? നിലപാടില്ലാത്തവളെന്ന് നിങ്ങൾ ചാടി വന്ന് പറഞ്ഞോ? ഒരു ആർട്ടിസ്റ്റ് അല്ലേ, ഒരു പെൺകുട്ടിയല്ലേ? അപ്പായി നല്ല ഒന്നാന്തരം വുമൺ കാർഡ് അനുവിന് വേണ്ടി എടുക്കുകയാണ്. അതും കൂടി കേട്ടപ്പോഴത്തേനും അനുവിന്റെ ഭാവാഭിനയങ്ങൾ വെളിയിലോട്ട് വന്നു. എവിടെ ചിരിച്ച് കളിച്ച് ചീത്ത പറയാൻ വേണ്ടി ഒരാൾ വിളിച്ചു വരുത്തിയിട്ട് പെട്ടെന്ന് കരയാണ്. നിങ്ങളൊരു സ്ത്രീ അല്ലേ, നിങ്ങൾ എന്നോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. എന്താ അവർ പറഞ്ഞേ? എന്താ അത്ര കാര്യമായിട്ട് പറഞ്ഞത്? നിങ്ങളൊരു നിലപാടില്ലാത്ത സ്ത്രീയാണ് എന്ന് പറഞ്ഞു. ഇവർ ഏത് ബിഗ് ബോസ് ഷോയിലോട്ടാണ് വന്നേക്കുന്നത്? നിലപാടില്ലായ്മ എന്നൊക്കെ പറയുന്നത് എത്ര വലിയ ഇഷ്യൂ ആണോ? അതോ ഈ അപ്പാനി ചലത്തിന് എന്തിന്റെ സൂക്കേടാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇത്രയും വുമൺ കാർഡ് എടുക്കാൻ മാത്രം എന്ത് ഇഷ്യൂ ആണ് ആ വിഷയത്തിലുള്ളത്? ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? എന്തൊക്കെയാണ് അനു പറയുന്നത്? എനിക്ക് വെളിയിൽ ആൾക്കാരുണ്ടെന്ന് ഞാൻ കാട്ടിത്തരാടാ, ഞാൻ വെളിയിലോട്ട് ഇറങ്ങി വരട്ടെ, എന്നിട്ട് തലയടിച്ച് പൊട്ടിക്കും മറ്റേ ചപ്പാത്തി പോലെ, എന്തൊക്കെയാ പെൺകുട്ടി കാണിച്ചത്? അനുവിനോടുണ്ടായിരുന്ന എല്ലാ മടുപ്പും പോയി. ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാൽ അനു കൊള്ളാം. അനു ഇതുപോലുള്ള നെഗറ്റീവ് ഇൻഫ്ലുവൻസുമായിട്ട് വന്നു കഴിഞ്ഞാൽ അനുവിനുള്ള കാര്യം പോകും, അനുവിന്റെ കയ്യിൽ നിന്ന് പോകും. കാണുമ്പോൾ ഒത്തിരി പേർക്ക് ഇറിറ്റേഷൻ തോന്നും. ഇന്നലെ അടിപൊളി അനു എന്ന് പറഞ്ഞ എൻ്റെ അമ്മ ഇന്ന് കണ്ടിട്ട് പറയാം, ഇത് വെറുപ്പീരാ പെങ്കൊച്ച്. അതാണ് അനീഷിന്റെ ഉദ്ദേശം. പക്ഷെ അനീഷ് സേഫായി നിൽക്കും. അപ്പൊ എന്തായി? ഇപ്പൊ അനീഷ് പാവാണെന്ന് തോന്നി. കാരണം എന്താണ്, ഇവരുടെ രീതിയാണ് ശരിയാവാത്തത്. അനുവിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അപ്പപ്പുള്ള കാര്യങ്ങൾ അപ്പപ്പോ പറയണമെന്നേ. മിഡിൽ ഫിംഗറിന്റെ ഇഷ്യൂ ആയിക്കോട്ടെ, അനീഷ് ഇനി നിലപാടില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ റിയാക്ട് ചെയ്ത് തീർക്കണം. ഇതെല്ലാം മനസ്സിൽ കൂട്ടി വെച്ചുകൊണ്ടിരുന്നിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് വന്ന് പറയും. മിഡിൽ ഫിംഗറിന്റെ കാര്യത്തിൽ അനുവിനൊപ്പം തന്നെയാണ് ഞാൻ. പക്ഷെ അത് പറയേണ്ട സമയത്ത് പറയണം എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ഇപ്പൊ മിഡിൽ ഫിംഗർ കാണിച്ച ഇഷ്യൂ ഒക്കെ ചിലപ്പോൾ അപ്പം തന്നെ പറയാൻ പറ്റിയില്ല എന്ന് വരും. പക്ഷെ ഈ നിലപാടില്ലായ്മയൊക്കെ ഇത്ര ഓർത്ത് വെച്ച് പറയാനും മാത്രം എന്ത് ഇഷ്യൂ ആണ് ഇരിക്കുന്നത്? അതല്ലാണ്ട് എന്താണ് വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ഇവർ മെൻഷൻ ചെയ്യുന്നില്ല. വരുന്ന ആളുകളെല്ലാം ചോദിക്കുന്നുണ്ട് എന്താണ് അവൻ പറഞ്ഞത്, അതിന് മാത്രം അത് പറയുന്നില്ല. കേരളത്തിലെ മൊത്തം സ്ത്രീകളെ അപമാനിച്ചു, കേരളത്തിലെ മൊത്തം ആർട്ടിസ്റ്റുകളെ അപമാനിച്ചു. അനുണ്ടല്ലോ 11 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ളതാണ്, ഞാൻ 8 വർഷമായിട്ടുണ്ട്. ആർട്ടിസ്റ്റുകൾ ആരാന്ന് നിങ്ങൾ കാട്ടിത്തരാം. കമാൺ. ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴോ പറയുന്നത് കേട്ടു, ഞങ്ങളെല്ലാം ആർട്ടിസ്റ്റുകളാണ്, ഇവൻ മാത്രം ജനങ്ങളുടെ ഇടയ്ക്ക് നിന്ന് വന്നത്. പുച്ഛം. അപ്പൊ എനിക്ക് മൊത്തം പുച്ഛം, അഹങ്കാരം, ദേഷ്യം. എനിക്കറിയാൻ പാടില്ല. അതിന്റെ ഇടയ്ക്ക് ഇന്നലെയൊക്കെ അനുവിനെ പൊക്കി പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടാണ്. പക്ഷെ അനു വളരെ റോങ് ആക്കി കളഞ്ഞ ഈ വിഷയത്തില് ഈ നിലപാടില്ല എന്ന് പറഞ്ഞാണ് അനീഷ് അമ്മാതിരി, അതും വെറുതെ എവിടെയോ ഇരുന്ന് അനീഷിനെ വിളിച്ചു വരുത്തി കൊണ്ടുവന്നത്. അതിനുശേഷം ജയിലിൽ പണി തുടങ്ങി. വട്ടത്തിലും ചതുരത്തിലും ത്രികോണത്തിലും പണി കൊടുത്തു ബിഗ് ബോസ്. അത് പരത്തി തീർന്നപ്പോഴാണ് മറ്റേ ഭവാനി സംഭവമൊക്കെ റെമോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഭവാനിയും ബഷീറും നന്നായിട്ട് ഇരുന്ന് ചപ്പാത്തി പറക്കി. അത് തീർത്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾ ജയിലിലിരിക്കുക, ഞാൻ പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞപ്പോൾ ക്യാപ്റ്റന് വർക്ക്, ക്യാപ്റ്റന് ഭയങ്കരമായ പുച്ഛം. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ലെറ്റർ കൊണ്ട് വന്ന് പറഞ്ഞു ഞങ്ങൾ ആദ്യം കയറി കിടക്കാന്ന് പറഞ്ഞു, ഇനിയിപ്പോൾ ഞങ്ങൾ കിടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞു എടാ വണ്ട, കിടക്കാൻ വേണ്ടി വന്നത് പറയാൻ വേണ്ടി വന്നല്ല, അടുത്ത പണി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ട്രാൻസ്ലേറ്റർ വീണ്ടും 50 ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ബിഗ് ബോസ് പറഞ്ഞു.